ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ശാപമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ആത്മീയതയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ചില വ്യാജന്മാരായിട്ടുള്ള ഉസ്താദുമാര്, സന്യാസിമാര്, പാസ്റ്റർമാർ, ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ എങ്ങനെ ഇവന്റെയൊക്കെ പോക്കറ്റിൽ എത്തിക്കാവുന്നുള്ള സകലമാന ഉടായ്പും പഠിച്ചു വെച്ചിരിക്കുന്ന ഇതുപോലത്തെ ചില വ്യാജന്മാർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇസ്ലാം മതത്തെ പറയിപ്പിക്കാൻ വേണ്ടി കുറെ ക്ഷുദ്ര ജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ നാസ്തിക ഓളികളായിട്ടുള്ള ഹാർപ്പിക്ക് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്, ലിയാക്കത്തും ജാമിദ, ഈ നുസ്രത്ത് എന്നൊക്കെ പറയുന്ന ഈ ആളുകളുണ്ടല്ലോ, ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താണ് ഇസ്ലാമിൽ നടക്കുന്നതെന്ന് നോക്കി. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് കൊണ്ട് ഇട്ടു കൊടുക്കുന്ന ചില മരപ്പട്ടി വാണങ്ങളാണ് ഈ സ്വയം പ്രഖ്യാപിത തങ്ങന്മാർ. ചിലവന്മാരൊക്കെ സ്വയം ഉസ്താദാണ് അല്ലെങ്കിൽ ഹാഫിദാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില വേട്ടാവളിയന്മാരുണ്ട്. തലപ്പാക്കെട്ടും ഉണ്ടാവും, വെള്ള വസ്ത്രവും ഉണ്ടാവും, കാണാനൊക്കെ നല്ല മുഞ്ചൊക്കെ ഉണ്ടാവുമാർ. വിദേശ രാജ്യങ്ങളിൽ പോയി കിടന്ന് പൊടിയിലും കാറ്റിലും വെയിലത്തും കഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള സഹോദരങ്ങൾ അയച്ചു കൊടുക്കുന്ന പൈസ വീട്ടിലിരിക്കുന്ന സഹോദരിമാർ കൊണ്ടുപോയിട്ട് ഇവൻ്റെ കണ്ണാക്കി കൊണ്ട് തള്ളിക്കൊടുക്കും. കുട്ടികൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കുകയാണ്, മാറാ രോഗത്തിന് അടിമയാണ്. അടച്ചവനെക്കാട്ടിലും വലിയ ആൾക്കാർ, ഇവിടുത്തെ ഔലിയാക്കന്മാരെക്കാട്ടി വലിയ കറാമത്തുള്ള ആളുകളൊക്കെ ആയിട്ട് വീരപരിവേഷം ചമഞ്ഞാണ് ഈ ഓളികൾ ഈ സമുദായത്തെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കേവലം ഇത് മുസ്ലിം മതത്തിൽ മാത്രമല്ല കേട്ടോ, ഹിന്ദു മതത്തിലുമുണ്ട്, ക്രൈസ്തവ മതത്തിലുമുണ്ട്. ഇവരൊക്കെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ ഇസ്ലാം മതത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാറ്റക്കോയ എന്ന് പറയുന്ന ഒരു ഫ്രോഡ്, ഒരു ഒന്നാന്തരം ഫ്രോഡാണ്. ഇവൻ്റെ അനിയൻ മറ്റൊരുത്തൻ ഒരു പവിത്രമായിട്ടുള്ളൊരു മജ്ലിസ് ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് രീതിയിൽ ചെല്ലണം എന്ന് പോലും അറിയാതെ കോമാളിത്തരം കാണിച്ച് ഇസ്ലാം മത വിശ്വാസത്തെ പരിഹസിക്കുന്ന ഇവനെ പോലെയുള്ളവനെയൊക്കെ അടിച്ച് ഇവനെയൊക്കെ നടുറോട്ടിലിറക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഓരോ സമുദായത്തെ നശിപ്പിക്കുന്ന ഇവനെ പോലുള്ള ക്ഷുദ്ര ജീവികളെ പിടിച്ചു കെട്ടാൻ മറ്റൊരു ഓപ്പറേഷൻ, വ്യാജ സന്യാസി അല്ലെങ്കിൽ വ്യാജ ഉസ്താദ്, വ്യാജ പാസ്റ്റർ എന്നൊക്കെ ഉള്ള ഒരു സംഭവം കൊണ്ടുവരണം. തൂക്കിയെടുത്ത് ഇവനൊക്കെ അകത്താക്കണം, അതല്ലെങ്കിൽ കൊണ്ട് ഇവനൊക്കെ വല്ല ഊളം പറയെ കൊണ്ട് തള്ളണം. ഇതാണ് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. ഈ നാറ്റക്കോയ എന്ന് പറയുന്നവൻ കുറെ നാളായിട്ട് ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പും തെണ്ടിത്തരവും, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, ഈ 10,000, 70,000, 1,00,000 നിൽക്കുന്ന ഈ സമയത്ത് സ്വർണ്ണമൊക്കെ ഊരി കൊടുക്കുക. എന്തിനാണ്? അസുഖം മാറ്റാനും, വീട്ടിലിരിക്കുന്ന മകന് പെണ്ണ് കിട്ടാനും, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കിട്ടാൻ വേണ്ടിയൊക്കെ. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുമ്പോഴല്ലോ കുറച്ച് കടന്നു പോകും. എന്തായാലും ഇവൻ്റെ ഈ തട്ടിപ്പും ഇവൻ്റെ അനിയൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, ഫ്രോഡും, അവൻ കാണിച്ചിരിക്കുന്ന ഒരു തെമ്മാടിത്തരത്തിനും നമ്മുടെ ഉസ്താദ് കൊടുക്കുന്ന ഒരു മറുപടിയും ഉണ്ട് കേട്ടോ. കണ്ടോ? എത്ര കൊല്ലത്തിന് ഇവിടെ വന്നീനോ? മാഷാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് നല്ല തൂക്കൊണ്ടല്ലോ പെണ്ണെ. അരപ്പവന്റെ സ്വർണ്ണം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അരപ്പവനെ കിട്ടോ? അരപ്പവൻ സ്വർണ്ണം കിട്ടണമെങ്കിൽ 10 റുപ്യ വേണം അല്ലേ? ഓർമ്മശ്ശേരി 60,000 റുപ്യ നടക്കോ? അല്ല, ഇതിപ്പോ ഇവിടെ വന്നു 13 കൊല്ലം ഒരു കുട്ടിയുണ്ട്. 13 കൊല്ലത്തിന് ശേഷം പിന്നെ മക്കള് ഉണ്ടായിട്ടില്ല. ഇവിടെ വന്നു കണ്ണാറൊക്കെ 7 മദ്രസയിൽ പങ്കെടുത്തൂലേ? സ്ഥലത്തിന് 6,200 റുപ്യ തന്നു. തങ്ങൾ പാപ്പൊക്കെ കൊടുത്തില്ലേ? കുടിക്കാൻ കാലമൂലല്ലേ? ഇന്റെ കഞ്ഞിയെ കുടിച്ചത്, ഇന്റെ കസലയാണ് കുടിച്ചിരുന്നത്. അള്ളാഹു ബർക്കത്ത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു അമലായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പുണ്യമോൾക്കുള്ള ആഫിയത്തും മാറി അള്ളാഹു കൊടുക്കട്ടെ. പേരിടാ എന്ത് പേരിടണേ? ശരി ശരി. അപ്പോ ആ കുടുംബങ്ങൾ അള്ളാഹു 13 കൊല്ലത്തിന് ശേഷം അള്ളാഹു കൊടുത്ത നിഅമത്താണ്. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പൊ ദുആയുടെ പേരിട്ട് കൊച്ചൻ മാറി. ഇപ്പൊ അടുത്ത മോതിരം ഇതെന്താണ്? മകന്റെ കല്യാണം. ഇവിടെ വന്നീനോ? മകന്റെ അള്ളാഹു ബറക്കത്ത്. ആക്സിഡന്റ് നടക്കാൻ കഴിയില്ല. വടിമല ഇവിടെ വന്നീനോ? കണ്ണാരൊക്കെ കല്യാണം ശരിയാകാനാ വന്നേ. കല്യാണം ശരിയായി കഴിഞ്ഞു. നമുക്ക് ബിരിയാണി ഒന്നും കിട്ടിയില്ല കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു റാഹത്ത് നൽകട്ടെ. അപ്പൊ മകന്റെ കല്യാണം ശരിയായതിനോട് വന്ന് കല്യാണം ശരിയായി. അള്ളാഹു പുണ്യ മക്കളെ കുടുംബം അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. സ്വാലിഹീങ്ങളെ മക്കളെ അള്ളാഹു തരട്ടെ. എത്രയും പെട്ടെന്ന് അള്ളാഹു പഴയതുപോലെ ആഫിയത്തിൽ ആളുകൾ അള്ളാഹു തരട്ടെ. ജോലി ശരിയാണ് അള്ളാഹു. ഞാൻ കേട്ടോ. ഞാൻ അടുത്ത മോദി ഇതെന്താണ്? അപസ്മാരം. അസ്സലാമു അലൈക്കും. എന്താ മുല്ല? എന്താ പേര്? സാരിഫോ. അള്ളാഹു പുണ്യമോൾക്ക് അപസ്മാരം ഉണ്ട്. 5 കൊല്ലായി. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം അപസ്മാരം പിന്നെ ഉണ്ടായിട്ടില്ല. ഇനി അള്ളാഹു ഇതായിട്ട് 10 ഞരവും അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. ഈ കിട്ടുന്നതൊക്കെ ഇങ്ങനെ കാണിക്കേ. അള്ളാഹ് തന്നെ മുതൽ കാണിക്കട്ടെ. ഇല്ല, ഇതിങ്ങനെ കിട്ടാൻ ഇട്ടച്ചവരെ അപ്പൊ ഇങ്ങനെ കാണിക്ക് പോലത്തെ കുരു വെട്ടും. പൊട്ടുന്നവർക്ക് പൊട്ടുന്നല്ല, നമുക്കെന്നില്ല ഒരു വിഷമമില്ല. ഇപ്പൊ ഞാൻ ദ്വാരക്കാം. അള്ളാഹു പറഞ്ഞു. ഇപ്പൊ ഞാൻ ദ്വാരക്കട്ടോ.
ഇൻഷാ അല്ലാ. ഇതായിരിക്കാം അറിയാസത്തിരിക്കണം. ഇതായിരിക്കും നേർച്ച. ഇരിക്കും. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹ്. ഇൻഷാ അല്ലാ. ഡോക്ടറെ കാണിക്കും. രോഗം വന്നാൽ ഡോക്ടറെ കാണിക്കും. പിന്നെ ഇൻഷാ അല്ലാ. അത് കറക്റ്റാ. രോഗം വന്നാൽ ഡോക്ടറെ കാണിക്കണം. പക്ഷെ കുട്ടികളില്ലാത്തതും എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തതും അതുപോലെ അവസ്മാരം വന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ ഈ മജ്‌ലിസിലേക്ക് വന്നാൽ മതി. തങ്ങൾ ഉപ്പാപ്പ അതങ്ങോട്ട് മാറ്റി കൊടുക്കും. അതിന് പാരിതോഷികമായിട്ട് സ്വർണവും പണവും ഒക്കെ തങ്ങൾ ഉപ്പാപ്പ ഒരുപാട് സ്വീകരിക്കുകയും ചെയ്യും. ഇതെന്തോന്നടേ ഇത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇന്നില്ല അവൻ്റെ അനിയൻ്റെ ഒരു കോപ്രായമുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയോ. كرني رضي الله عنه سيدنا ووسيلتنا إلى الله يا شيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز سلطان الهند هاجا غريب نواس سلطان الهند هاجا معين الدين ജിസ്തി അൽ-അജ്മീരി ഖദ്ദസ് അല്ലാഹ്. എനിക്ക് പറയാനുള്ളത് രണ്ട് ടീമുകളോടാണ്. ഈ നൂറ ഹബീബ് തങ്ങൾ എന്ന് പറയുന്ന ചങ്ങാതിയോടും പിന്നെ ഈ മജ്‌ലിസിനൊക്കെ പോയിരുന്ന് ഈമാൻ കളയുന്നവരോടും. ആദ്യം മൂപ്പരോട് തന്നെ പറയട്ടെ, എൻ്റെ പൊന്ന് സഹോദര, കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ നമുക്ക് വേണ്ടേ? അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കണം. ഒരു മനുഷ്യനാകുമ്പോഴേ കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ ഇല്ലെങ്കിൽ വളരെ മോശമല്ലേ? അല്ലേ? ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ ഇത്ര ആഭാസകരമായ രീതിയിൽ സംസാരിക്കലൊക്കെ അയ്യയ്യേ വളരെ മോശമല്ലേ? വളരെ മോശമല്ലേ? നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഒരു പെണ്ണ് പണ്ട് തിരൂരിലുള്ള ഒരു പെണ്ണിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? തിരൂരിൽ പെണ്ണ് അവസാനം മരിക്കുമ്പോ ക്യാൻസർ വന്ന് വയറ് പൊട്ടി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയോ പെണ്ണ്? ഞാൻ അറിയ പോലുമില്ല. മൂപ്പർ അറിയ പോലുമില്ല. പക്ഷെ മൂപ്പര് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ഏതോ സ്ത്രീ പുള്ളിയെ വിമർശിച്ചത്രേ. ക്യാൻസർ വന്ന് വയറ് പൊട്ടി മരിച്ചു എന്നൊക്കെയാണ് പറയണത്. അള്ളാഹു ആയാലും ആ സഹോദരിക്ക് അള്ളാഹു ഷഹീദിൻ്റെ വലിയ പദവി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇത്ര വലിയ തോന്നിവാസം ദീനിൻ്റെ പേരിൽ കാണിക്കുന്ന മനുഷ്യന്മാരെ വിമർശിച്ചിട്ടാണല്ലോ ആ സ്ത്രീ മരിച്ചത്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വർഗത്തിൽ ഉന്നത പദവി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ അഹ്ലുബൈത്തിനൊപ്പം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇദ്ദേഹം അറിയപ്പെടുന്നത് തങ്ങളാണ് എന്നാണ്. എനിക്കറിയില്ല തങ്ങളാണോ എന്നൊന്നും. കേട്ടല്ലോ അല്ലേ? യഥാർത്ഥ ഒരു മതപണ്ഡിതനും വ്യാജ പണ്ഡിതനും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ഊളകളും കാണിക്കുന്ന കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഒരു മജ്‌ലിസ് ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ വളരെ മോശമായ രീതിയിൽ സ്വന്തമായിട്ട് ക്യാമറയൊക്കെ വെച്ചിട്ട് ചിരിച്ചും കളിച്ചുമൊക്കെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഈ ഊളകളെയൊക്കെ ഉണ്ടല്ലോ, ഉസ്താദ് പറഞ്ഞ പോലെ നല്ല പേരവടിയിൽ എണ്ണ തേച്ചിട്ട് ഇവൻ്റെയൊക്കെ ചന്തി അടിച്ച് പൊളിക്കണം. അതാണ് ചെയ്യേണ്ടത്. പണം ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾ. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇതിനകത്ത് പോയി വീണ് കിടക്കുന്നത്. അരപ്പവനും ഒരു പവനും ഒക്കെ ചുമ്മാ അങ്ങ് വാരി കൊടുത്തേക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റുപാടും 40 വീടുകൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? അവിടെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ, അവിടെ ആരെങ്കിലും രോഗികളുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് നിങ്ങൾ അവരെ സഹായിച്ചാൽ റബ്ബിൻ്റെ അളവറ്റ അനുഗ്രഹം നിങ്ങളിലേക്ക് ഉണ്ടാകുമെന്നാണല്ലോ ഖുർആൻ പഠിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പറ്റിയത്? ഞാൻ വളരെ തുച്ഛമായ ക്ലാസ്സിൽ മാത്രം ഓതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ കാണിക്കുന്ന കോപ്രായങ്ങളും തെമ്മാടിത്തരങ്ങൾക്കൊന്നും മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും എനിക്ക് അതിനകത്തൊരു വിഷമവും തോന്നില്ല. ഇതൊന്നും ഇസ്ലാമിൻ്റെ ഭാഗമല്ല. സർവ്വശക്തി നിങ്ങൾക്ക് ബുദ്ധിയും വിവേകവും ഒക്കെ തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് വേറെ ഒന്നും പറയാനില്ല കേട്ടോ. ഇനി ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.